ഒരു കാലത്ത് മലയാള സിനിമയിലെ ഏറ്റവും സക്സസ്ഫുള്ളായ നടനായിരുന്നു ദിലീപ്. മോഹൻലാൽ, മമ്മൂട്ടി പോലുള്ള സൂപ്പർ സ്റ്റാറുകളേക്കാൾ കൂടുതൽ ഹിറ്റുകളും ബ്ലോക്ക് ബസ്റ്ററുകളും ദിലീപ് കണ്ടിന്യൂസ് ആയിട്ട് നൽകിയിട്ടുള്ള വർഷങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഈ ഒരു മാറിയ മലയാള സിനിമയിൽ 100 കോടി 200 കോടിയൊക്കെ സിമ്പിളായിട്ട് അടിക്കുന്ന, ഇന്ത്യ മൊത്തം ഉറ്റുനോക്കുന്ന കണ്ടന്റ് ഡ്രിവൺ ആയിട്ടുള്ള സ്റ്റോറീസ് ചെയ്യുന്ന മലയാള സിനിമയിൽ ദിലീപിന്റെ തുടർച്ചയായിട്ടുള്ള പരാജയങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 2017 ഉണ്ടായിട്ടുള്ള കുപ്രസിദ്ധമായിട്ടുള്ള നടിയെ ആക്രമിച്ച കേസിന് ശേഷം അത്രയും പീക്ക് ലെവലിൽ പോയിക്കൊണ്ടിരുന്ന ദിലീപിന്റെ കരിയറിൽ വളരെ വലിയ ഒരു പതനം തന്നെ സംഭവിച്ചു. ആ ഒരു റൈസും ഫാളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. മഹാരാജാസ് കോളേജിൽ പഠിക്കുന്ന സമയത്തായിരുന്നു ദിലീപ് മിമിക്രിയിലേക്ക് വരുന്നത്. മിമിക്രി ആയിരുന്നു പിന്നീട് മലയാള സിനിമയിലെ മികച്ച നടന്മാരിൽ ഒരാളായ ദിലീപിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. 1980കളുടെ അവസാനത്തിലും 1990കളുടെ ആരംഭങ്ങളിലും കലാഭവനിൽ ഗാനമേളയുടെ ഇടവേളകളിലും മറ്റുമൊക്കെ ദിലീപ് മിമിക്രി ചെയ്യുമായിരുന്നു. ഇത്തരത്തിൽ ചെയ്യുന്ന മിമിക്രിയിലെ ദിലീപിന്റെ പ്രകടനം കണ്ടിട്ടാണ് ദിലീപിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായിട്ടുള്ള പല സിനിമാ സൗഹൃദങ്ങളും പിന്നീട് ഉണ്ടാവുന്നതും സിനിമയിലോട്ട് എത്തുന്നതും. പിൽക്കാലത്ത് വൻ ഹിറ്റായിട്ട് മാറിയിട്ടുള്ള ദിലീപ് നാദിർഷ കോംബോ തുടങ്ങുന്നതും അങ്ങനെയാണ്. അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപും നാദിർഷയും ചേർന്നിട്ട് ഓണം പശ്ചാത്തലമാക്കിക്കൊണ്ട് ഒരു ഓഡിയോ കാസറ്റ് പുറത്തിറക്കുകയാണ്. ദേ മാവേലി കൊമ്പത്ത് എന്ന് പറഞ്ഞിട്ട് മിമിക്രിയും അതേപോലുള്ള സംഭവങ്ങളൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ആക്ഷേപഹാസ്യ രൂപത്തിൽ ഒരു സംഭവം പുറത്തിറക്കുകയാണ്. അന്ന് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്ത കാലമായതുകൊണ്ട് അത് വളരെ വലിയ ജനപ്രീതി നേടിയിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഈ ദേ മാവേലി കൊമ്പത്ത് എന്ന് പറയുന്നത്. ഇതുകൂടാതെ ദിലീപ് ഏഷ്യാനെറ്റിലെ കോമിക്കോള എന്ന് പറയുന്ന കോമഡി ഷോയിലും സിനിമാലയിലും ഒക്കെ സജീവമായി തന്നെ പെർഫോം ചെയ്യുകയാണ്. അപ്പോൾ ഇതുപോലെ കുറച്ച് എക്സ്പോഷർ കൂടുതൽ കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അതുവഴി പല ആളുകളിലോട്ടും എത്തി. അങ്ങനെ മിമിക്രി വേദികൾ വഴിയുള്ള ജയറാമുമായുള്ള സൗഹൃദമാണ് ദിലീപിനെ സിനിമ എന്ന് പറയുന്ന വലിയ മതിൽക്കെട്ടിനകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത്. ജയറാമിന്റെ ഒരു അഭിപ്രായ പ്രകാരമാണ് ഡയറക്ടർ കമലിനെ ചെന്ന് കാണുകയും അങ്ങനെ സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് തുടങ്ങാൻ അവസരം ലഭിക്കുകയും ചെയ്തു. പൂക്കാലം വരവായി എന്ന് പറയുന്ന സിനിമയുടെ സെറ്റിൽ ചെന്നാണ് ദിലീപ് കമലിനെ കാണുന്നത്. അങ്ങനെ അടുത്ത സിനിമ ഒരു വന്നോളം വേണ്ടിയിട്ട് കമൽ പറയുകയാണ്. പക്ഷേ ദിലീപ് അല്ലേ ആള്. ദിലീപ് ആ കിട്ടിയ അവസരം മുതലാക്കിക്കൊണ്ട് പൂക്കാലം വരവായുടെ സെറ്റിൽ തന്നെ പല സമയത്ത് വരികയും അവിടെയുള്ള ആളുകളുമായിട്ടൊക്കെ ഒരു നല്ലൊരു അടുപ്പം ഉണ്ടാക്കുകയും അതൊരു സൗഹൃദങ്ങളായിട്ട് മാറുകയും ചെയ്തു. ആ സെറ്റിൽ വെച്ചാണ് പിന്നീട് ദിലീപിന് മീശമാധവൻ, ചാന്തുപൊട്ട് പോലുള്ള സൂപ്പർ ഹിറ്റ് സിനിമകൾ സമ്മാനിച്ചിട്ടുള്ള ലാൽ ജോസുമായിട്ട് പരിചയത്തിലാവുന്നത്. പൂക്കാലം വരവായ സിനിമയ്ക്ക് ദിലീപിന്റെ ജീവിതത്തിൽ വേറെയും കുറെ പ്രാധാന്യങ്ങളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയിൽ ബേബി ശ്യാമലയുടെ സുഹൃത്തായിട്ടുള്ളൊരു വേഷത്തിലേക്ക് കാവ്യമാധവനും ഉണ്ടായിരുന്നു. പിന്നീട് ദിലീപിന്റെ ജീവിതത്തിൽ കാവ്യമാധവൻ ആരാണ് എന്നുള്ളത് ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. മോഹൻലാൽ കമൽ കൂട്ടുകെട്ടിലെ വിഷ്ണുലോകം എന്ന് പറയുന്ന സിനിമയിലാണ് ദിലീപ് ആദ്യമായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത്. 1991 മുതൽ 1995 വരെ വിഷ്ണുലോകം, ഉള്ളടക്കം, ചമ്പക്കുളം തച്ചൻ, എന്നോടിഷ്ടം കൂടാമോ, ആയുഷ്കാലം, ഗസൽ, ഭൂമിഗീതം, മഴയെത്തും മുന്നേ തുടങ്ങിയിട്ടുള്ള സിനിമകളിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ദിലീപ് വർക്ക് ചെയ്തു. അഭിനയിക്കാൻ കിട്ടുന്ന ഒരു ചാൻസും പാഴാകാത്ത ദിലീപ് അഭിനയിക്കാനുള്ള അവസരം എങ്ങനെയെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ കൂടി തുടങ്ങി. അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്ത സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ദിലീപ് ചെയ്തിട്ടുണ്ട്. ഇപ്പം എന്നോടിഷ്ടം കൂടാമോ, ആയുഷ്കാലം തുടങ്ങിയ സിനിമകളിലൊക്കെ ഇതേപോലെ ചെറിയ ചെറിയ വേഷങ്ങൾ ദിലീപ് ചെയ്തിട്ടുണ്ട്. 1994 ഡയറക്ടർ കമൽ ഗസൽ എന്ന ചിത്രത്തിന് ശേഷം ഒരു ബ്രേക്ക് എടുക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ കമലിന്റെ അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്ത പലരും മറ്റു പല ഫീൽഡിലോട്ടും മറ്റു പലരുടെ അസിസ്റ്റന്റായിട്ടും ഒക്കെ വർക്ക് ചെയ്യാൻ പോയ സമയത്ത് ദിലീപ് കമലിന്റെ അല്ലാതെ മറ്റ് സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അങ്ങനെ ലാൽ ജോസിന്റെ റെക്കമെൻഡേഷനിൽ സുദിനം എന്ന് പറയുന്ന ഒരു സിനിമ, മമ്മൂട്ടിയൊക്കെ നായകനായിട്ടുള്ള വിക്രമൊക്കെ അഭിനയിച്ചിട്ടുള്ള സൈന്യം എന്ന് പറയുന്ന സിനിമ, പിടക്കോഴി കൂന്ന നൂറ്റാണ്ട്, സാഗരം സാക്ഷി, മാനത്തെ കൊട്ടാരം തുടങ്ങിയ സിനിമകളിലൊക്കെ നല്ല വേഷങ്ങൾ ദിലീപിനെ തേടിയെത്തുകയാണ്. ഇതിൽ മാനത്തെ കൊട്ടാരത്തിൽ നടി ഖുഷ്ബുവിന്റെ കടുത്ത ആരാധകനായിട്ടുള്ള ദിലീപ് എന്ന് തന്നെ പേരുള്ള ഒരു കഥാപാത്രത്തെയാണ് ദിലീപ് അവതരിപ്പിച്ചിട്ടുള്ളത്. സുരേഷ് ഗോപി ക്യാമിയോ ആയിട്ട് എത്തുന്ന സിനിമ ദിലീപിന്റെ കരിയറിലെ ആദ്യത്തെ നോട്ടബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. 1995 8ഓളം സിനിമകളിൽ ദിലീപ് അഭിനയിച്ചു. വൃദ്ധന്മാരെ സൂക്ഷിക്കുക, ഏഴരക്കൂട്ടം, ആലഞ്ചേരി തമ്പ്രാക്കൾ, ത്രീ മെൻ ആർമി എന്നീ സിനിമകൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു. 1996 ഏതാണ്ട് 10 സിനിമകൾ ദിലീപിനെ തേടിയെത്തി. കല്യാണ സൗഗന്ധികം, സ്വപ്നലോകത്തെ ബാലഭാസ്കരൻ, തൂവൽ കൊട്ടാരം, സല്ലാപം, ഈ പുഴയും കടന്ന് തുടങ്ങിയവയായിരുന്നു ആ സിനിമ. ഇതിൽ സല്ലാപത്തിലെ ജൂനിയർ യേശുദാസിന്റെ റോള് കരിയർ ബ്രേക്കായിട്ട് മാറി ദിലീപിന്. ദിലീപ് മഞ്ജു വാര്യർ ആദ്യമായിട്ട് കാണുന്നതും പിന്നീട് ദിലീപ് മഞ്ജു ഭാഗ്യ ജോഡികൾ ഉണ്ടാകുന്നതും സല്ലാപത്തിലാണ്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അവർ ജീവിതത്തിലും ഒരുമിക്കാൻ തീരുമാനിക്കുകയാണ്. ഒരുപാട് കാലം കമലിന്റെ അസിസ്റ്റന്റ് ആയിരുന്ന ദിലീപ് ഈ പുഴയും കടന്ന് എന്ന സിനിമയിലൂടെ കമലിന്റെ നായകനായിട്ട് മാറി. ഇതിലൂടെ തന്നെ ദിലീപിന്റെ ആ ഒരു വളർച്ചയുടെ വേഗത നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കമലിന്റെ അസിസ്റ്റന്റ് ആയിരുന്ന ദിലീപ് പെട്ടെന്ന് തന്നെ കമലിന്റെ നായകനായിട്ട് മാറി. 1997 വർണ്ണപ്പകിട്ട്, കളിയൂഞ്ഞാൽ, കല്യാണ പിറ്റേന്ന്, കുടമാറ്റം, മാനസം, മന്ത്രമോതിരം, മായപ്പൊന്മാൻ, നീവരുവോളം, ഉല്ലാസപ്പൂങ്കാറ്റ് തുടങ്ങിയ സിനിമകളിൽ നായകനായും അല്ലാതെയും ദിലീപ് നിറഞ്ഞാടി. കുടമാറ്റം അടുത്ത ദിലീപ് മഞ്ജു വാര്യർ ഹിറ്റുകളിൽ ഒന്നായിട്ട് മാറിയിരുന്നു. 1998 ദിലീപിന്റെ എവർഗ്രീൻ ഹിറ്റുകളിൽ തുടക്ക സിനിമകളിൽ ഒന്നായിട്ടുള്ള പഞ്ചാബി ഹൗസ്, മീനത്തിൽ താലികെട്ട് തുടങ്ങിയ സിനിമകൾ റിലീസായി. ഇന്നും പഞ്ചാബി ഹൗസിന്റെയൊക്കെ റിപ്പീറ്റ് വാല്യൂ എന്ന് പറയുന്നത് അസാധ്യമാണ്.
സുന്ദരകില്ലാടിയും ആ വർഷം ചെയ്ത ദിലീപിന്റെ ഒരു സിനിമയായിരുന്നു. വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ടെറൈനിൽ വ്യത്യസ്തമായിട്ടുള്ള കഥ പറഞ്ഞ സുന്ദരകില്ലാടി ദിലീപ് ശാലിനി കോംബോയിൽ ഇറങ്ങിയിട്ടുള്ള ബോക്സ് ഓഫീസിൽ എബോ എവറേജ് പെർഫോം ചെയ്തിട്ടുള്ള വളരെ മികച്ച ഒരു സിനിമ തന്നെയാണ്. 1999 ഇറങ്ങിയ 5 സിനിമകളും സക്സസ്ഫുൾ ആയിരുന്നു ദിലീപിന്. ഉദയപുരം സുൽത്താൻ, ദീപസ്തംഭം മഹാശ്ചര്യം, ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ, മേഘം, പ്രണയനിലാവ് തുടങ്ങിയ വരുന്ന സിനിമ. ഇതിൽ ദീപസ്തംഭം മഹാശ്ചര്യത്തിൽ ഒരു ഓട്ടംതുള്ളൽ കലാകാരനായിട്ടാണ് ദിലീപ് എത്തിയത്. കമലിന്റെ അസിസ്റ്റന്റായിട്ട് തുടങ്ങിയ വളരെ നല്ല സുഹൃത്തുക്കളായിട്ടുള്ള ദിലീപ് ലാൽ ജോസ് കൂട്ടുകെട്ടിലെ ആദ്യത്തെ സിനിമയായിരുന്നു ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ. അതും ബോക്സ് ഓഫീസിൽ വളരെ വലിയ സക്സസ്ഫുൾ ആയിരുന്നു. 2000 ദിലീപിൻ്റെതായിട്ട് പുറത്തിറങ്ങിയ സിനിമകളാണ് മിസ്റ്റർ ബട്ട്ലർ, വർണ്ണക്കാഴ്ചകൾ, ഡാർലിംഗ് ഡാർലിംഗ്, ജോക്കർ, തെങ്കാശിപ്പട്ടണം തുടങ്ങിയവ. ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്കിനും ദിലീപ് കോമഡി കൈകാര്യം ചെയ്യുന്നതിലായിക്കോട്ടെ, ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യുന്ന കാര്യത്തിലൊക്കെ വളരെയധികം മികച്ച ഒരു നടനായിട്ട് മാറുന്നുണ്ട്. ജോക്കറിലെയും മേഘത്തിലെയൊക്കെ റോളുകളിൽ ഇമോഷൻസ് കൈകാര്യം ചെയ്യുന്നത് വളരെ മികച്ച രീതിയിൽ തന്നെയാണ്. അതേപോലെ തെങ്കാശിപ്പട്ടണത്തിലെ പല സീനുകളിൽ ഇന്നും നമ്മളെ ചിരിപ്പിക്കുന്ന പല സീനുകളും ഉണ്ട്. 2000 തൊട്ട് അങ്ങോട്ട് ദിലീപിന്റെ പീക്ക് കരിയർ ആയിരുന്നു. എല്ലാ വർഷവും കൊമേഴ്ഷ്യൽ സക്സസ്ഫുൾ ആയിട്ടുള്ള സൂപ്പർ ഹിറ്റ് ഫിലിംസ് ഇറങ്ങിക്കൊണ്ടേയിരുന്നു. പതിയെ പതിയെ ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലോട്ടാണ് ദിലീപ് എത്തിയത്. 2001 ദോസ്ത്, ഈ പറക്കും തളിക, രാക്ഷസ രാജാവ്, ഇഷ്ടം, സൂത്രധാരൻ തുടങ്ങിയിട്ടുള്ള സിനിമകളെല്ലാം ഹിറ്റായി. ഇതിൽ ഈ പറക്കും തളിക അടുത്ത എവർഗ്രീൻ ഹിറ്റും ദിലീപ് ഹരിശ്ര അശോകൻ കോംബോ സ്റ്റാർട്ടിങ്ങും ആയിരുന്നു. 2002 മഴത്തുള്ളിക്കിലുക്കം, കുബേരൻ, മീശമാധവൻ, കുഞ്ഞിക്കൂനൻ, കല്യാണരാമൻ, രാജ്യം തുടങ്ങിയിട്ടുള്ള സിനിമകൾ റിലീസായി. മീശമാധവനിലൂടെ ദിലീപ് ലാൽ ജോസ് കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുകയും ആ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന പടമായിട്ടും മാറി. പോരാ തന്നെ തെങ്കാശിപ്പട്ടണത്തിന്റെ റെക്കോർഡ് പൊട്ടിച്ച് ഇൻഡസ്ട്രിയൽ ഹിറ്റുമായി മീശമാധവൻ. ദിലീപിന്റെ സ്റ്റാർഡം ഉയരുന്ന സമയവും അതേപോലെ തന്നെ ജനപ്രിയ നായകൻ എന്ന് പറയുന്ന ഒരു ലേബൽ ദിലീപിന് കിട്ടുകയും ചെയ്യുന്നത് മീശമാധവനിലൂടെയായിരുന്നു. കുഞ്ഞിക്കൂനൻ എന്ന് പറയുന്ന സിനിമയിൽ ദിലീപിന്റെ കഥാപാത്രം വ്യത്യസ്തത കൊണ്ടും അതേപോലെ അത് അഭിനയിപ്പിച്ച് ഫലിപ്പിച്ച രീതിയിലും ഒരുപാട് പ്രശംസ പിടിച്ചു പറ്റിയ ഒരു സിനിമയാണ്. ആ സിനിമയിലെ കൂനന്റെ കഥാപാത്രത്തെയും പ്രസാദ് എന്ന് പറയുന്ന കഥാപാത്രത്തെയും അവതരിപ്പിച്ചത് ദിലീപ് ആണ് എന്ന് നമ്മൾ പല സമയത്തും സിനിമ കാണുന്ന സമയത്ത് അറിയാതെ മറന്നു പോകാറുണ്ട്. കല്യാണരാമൻ എന്ന് പറയുന്ന ഒരു ക്ലാസിക് കഥാപാത്രവും ആ വർഷം തന്നെ പിറവിയെടുത്തു. കല്യാണരാമനും ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിരുന്നു. 2003 തിളക്കം, സദാനന്ദന്റെ സമയം, ഗ്രാമഫോൺ, CID മൂസ, മിഴിരണ്ടിലും, വാർ ആൻഡ് ലവ്, പട്ടണത്തിൽ സുന്ദരൻ തുടങ്ങിയിട്ടുള്ള സിനിമകൾ റിലീസായി. അടുത്ത വർഷവും ബ്ലോക്ക് ബസ്റ്ററുകളുടെ പെരുമഴ തന്നെയായിരുന്നു ദിലീപിന്. തിളക്കത്തിൽ മുണ്ടുപറിച്ചോടുന്ന ഉണ്ണിയും CID മൂസയിലെ മൂളംകുഴിയിൽ സഹദേവനും ഒക്കെ മലയാള സിനിമയിലെ തന്നെ ക്ലാസിക് ആൻഡ് ഐക്കോണിക് കഥാപാത്രങ്ങളാണ്. 2004 റൺവേ, വെട്ടം, കഥാവശേഷൻ, പെരുമഴക്കാലം, രസികൻ തുടങ്ങിയിട്ടുള്ള സിനിമകളാണ് ദിലീപ് ചെയ്തിട്ടുള്ളത്. അതിൽ സൂപ്പർ ഡയറക്ടറായിട്ടുള്ള ജോഷിയുമായിട്ട് ദിലീപ് ഒന്നിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു കൊലകൊല്ലി പടം തന്നെയാണ് റൺവേ എന്ന് പറയുന്നത്. ആദ്യം മമ്മൂട്ടി ചെയ്യാനിരുന്ന റോള് പിന്നീട് ദിലീപിന്റെ കയ്യിൽ കിട്ടി. ദിലീപ് എക്കാലത്തെയും ബെസ്റ്റ് മാസ് പെർഫോമൻസ് ആയിരുന്നു റൺവേയിലുള്ളത്. ലാൽ ജോസുമായി വീണ്ടും ഒന്നിച്ച് രസികൻ പുറത്തിറങ്ങിയെങ്കിലും അത് പ്രതീക്ഷിച്ചത്ര വിജയം കിട്ടിയില്ല. പക്ഷേ ഇന്നും ശിവൻകുട്ടി റിപ്പീറ്റ് വാല്യൂ ഉള്ള TV വരുന്ന സമയത്ത് എപ്പോഴും ഇരുന്ന് കാണുന്ന ഒരു സിനിമ തന്നെയാണ് രസികൻ. മലയാളത്തിലെ എവർഗ്രീൻ ഡയറക്ടറായിട്ടുള്ള പ്രിയദർശന്റെ കൂടെ ദിലീപ് ചേർന്നപ്പോൾ ബോക്സ് ഓഫീസിൽ ഫെയിലിയർ ആയെന്നുണ്ടെങ്കിലും ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന, ഇന്നും ഒരുപാട് പേരുടെ ഫേവറേറ്റ് ഫിലിം ആയിട്ടുള്ള വെട്ടം എന്ന് പറയുന്ന സിനിമ ദിലീപിന് കിട്ടി. മോഹൻലാലിനെ വെച്ച് ആദ്യം ചെയ്യാനിരുന്നായിരുന്നു പ്രിയദർശൻ. പക്ഷേ മോഹൻലാലാണ് ദിലീപിനെ സജസ്റ്റ് ചെയ്തത്. ആ സജഷൻ ഒരിക്കലും ഫെയിൽ ആയില്ല. അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഒരു സിനിമ, ബോക്സ് ഓഫീസ് സക്സസ്ഫുൾ ആയിരുന്നില്ല, പക്ഷേ ഇന്നും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫിലിം ആയിട്ട് അത് നിലനിൽക്കുന്നുണ്ട്. ബേണി ഇഗ്നേഷ്യസിന്റെ പാട്ടുകളെല്ലാം തന്നെ അതിൽ സൂപ്പർ ഹിറ്റ് പാട്ടുകളായിരുന്നു. 2005 കൊച്ചി രാജാവ്, പാണ്ടിപ്പട, ചാന്തുപൊട്ട് തുടങ്ങിയ സിനിമകളാണ് റിലീസായത്. CID മൂസയുടെ വിജയത്തിന് ശേഷം ജോണി ആന്റണിയുമായിട്ട് ചേർന്നിട്ട് അടുത്ത ബ്ലോക്ക് ബസ്റ്റർ കൊച്ചി രാജാവിനും ദിലീപിന് കിട്ടി. പാണ്ടിപ്പട ഒരു കൊമേഴ്ഷ്യൽ സക്സസ്ഫുള്ളും അതേപോലെ തന്നെ 100 ദിവസം കൂടുതൽ തിയേറ്റർ റൺ കിട്ടുകയും ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. ലാൽ ജോസുമായിട്ട് ചേർന്നിട്ട് അടുത്ത സൂപ്പർ ഹിറ്റ് ചാന്തുപൊട്ട് ഉണ്ടായി. ചാന്തുപൊട്ടിലെ കഥാപാത്രം എന്ന് പറയുന്നത് ഇന്നും എവർഗ്രീൻ ആയിട്ടൊരു കഥാപാത്രമാണ്. മലയാളത്തിൽ മറ്റേതെങ്കിലും നടന് ചെയ്യാൻ പാടുള്ള റീമേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റ് ഭാഷകളിൽ റൈറ്റ്സ് എടുത്തെങ്കിലും അത് പലർക്കും ചെയ്യാൻ പറ്റിയിട്ടില്ല. അത്രത്തോളം ഒരു നല്ല രീതിയിലാണ് ചാന്തുപൊട്ട് എന്ന് പറയുന്ന കഥാപാത്രത്തിന് ദിലീപ് ആ സിനിമയിൽ ചെയ്തിട്ടുള്ളത്. 2006 ലയൺ, പച്ചക്കുതിര, ചെസ്, ദ ഡോൺ, ചക്കരമുത്ത് തുടങ്ങിയ സിനിമകൾ റിലീസായി. വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളും റിവെഞ്ച് സ്റ്റോറീസും ചേർന്നിട്ടുള്ള ഒരു വർഷമായിരുന്നു 2006 എന്ന് പറയുന്നത്. ജോഷിയുമായിട്ട് ചേർന്ന് ചെയ്തിട്ടുള്ള ലയണും ബ്ലോക്ക് ബസ്റ്റർ സിനിമയായിരുന്നു. 2007 ഇൻസ്പെക്ടർ ഗരുഡ്, സ്പീഡ് ട്രാക്ക്, വിനോദയാത്ര, ജൂലൈ 4, റോമിയോ തുടങ്ങിയിട്ടുള്ള എല്ലാ സിനിമകളും സൂപ്പർ ഹിറ്റായിരുന്നു. 2008 കൽക്കത്ത ന്യൂസ്, മുല്ല, 2020, ക്രേസി ഗോപാലൻ തുടങ്ങിയ സിനിമകൾ ചെയ്തു. ഇതിൽ കൽക്കത്ത ന്യൂസ് ബ്ലസ്സിയുമായിട്ട് ചേർന്നിട്ടുള്ള ദിലീപിന്റെ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ സിനിമയാണെന്നുണ്ടെങ്കിലും അത് കൊമേഴ്ഷ്യലി ഫെയിലിയർ ആയിരുന്നു. പക്ഷേ ക്രിട്ടിക്കലി ഭയങ്കര എക്ലൈംഡ് ആയിട്ടുള്ള ദിലീപിന്റെ അഭിനയത്തിനെ കുറിച്ചൊക്കെ ഒരുപാട് അഭിപ്രായങ്ങൾ കിട്ടിയിട്ടുള്ള സിനിമയാണ് കൽക്കത്ത ന്യൂസ്. ലാൽ ജോസുമായിട്ട് ചേർന്നിട്ടുള്ള മുല്ല പക്ഷേ കൊമേഴ്ഷ്യലി വളരെ ഫെയിലിയർ ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു. 2020 മലയാളത്തിലെ സൂപ്പർ സ്റ്റാർസ് എല്ലാവരും ഒരു സിനിമയിൽ ഒന്നിക്കുകയും അതൊരു ചരിത്രം സൃഷ്ടിക്കുകയും ചെയ്തു. അങ്ങനെ 2020 പ്രൊഡ്യൂസ് ചെയ്യുകയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യാൻ ദിലീപ് എടുത്തിട്ടുള്ള ആ ഒരു റിസ്ക് എന്ന് പറയുന്നത് ഇന്നും പലരും സംസാരിക്കുന്ന ഒന്നാണ്. ആ റിസ്ക് എടുത്തത് കൊണ്ട് തന്നെ
ദിലീപിന് ഒരുപാട് ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട്. കാരണം ആ ഒരു റിസ്ക് എടുത്തു, ആ റിസ്ക് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആക്കി. സിനിമ വളരെ വലിയൊരു വിജയം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു സിനിമയുടെ വിജയം ദിലീപിന്റെ കരിയറിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ദിലീപിന്റെ ആ ഒരു പവർഫുൾ സ്റ്റാറ്റസ് കൂട്ടുകയും അതുപോലെ തന്നെ സിനിമാ മേഖലകളിലും ആ ഒരു പ്രാതിനിധ്യവും ദിലീപിന്റെ ഒരു പവർഫുൾനെസ്സും വളരെ അധികം കൂട്ടാൻ 2020 വിജയം സഹായകരമായിട്ടുണ്ട്. 2009 കളേഴ്സ്, മോസ് ആൻഡ് ക്യാറ്റ്, പാസഞ്ചർ, കേരള കഫേ, സൊലെ തുടങ്ങിയവയായിരുന്നു സിനിമകൾ. 2010 ബോഡി ഗാർഡ്, ആഗതൻ, പാപ്പി അപ്പച്ച, കാര്യസ്ഥൻ, മേരിക്കുണ്ടൊരു കുഞ്ഞാട് തുടങ്ങിയ സിനിമകൾ റിലീസായി. ഇതിൽ ബോഡി ഗാർഡ് സൂപ്പർ ഹിറ്റ് സിനിമയാവുകയും അതുപോലെ തന്നെ ഇന്ത്യയിലെ പല ഭാഷകളിലേക്കും റീമേക്ക് ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തു. കാര്യസ്ഥൻ ദിലീപിന്റെ 100ാമത്തെ സിനിമയാണ്. അതുപോലെ തന്നെ ആ വർഷത്തെ ഏറ്റവും ടോപ്പ് ഗ്രോസർ സിനിമയുമായിരുന്നു കാര്യസ്ഥൻ. 2011 ദ മെട്രോ, ക്രിസ്ത്യൻ ബ്രദേഴ്സ്, ചൈന ടൗണ്, വെള്ളൈപ്രാവിന്റെ ചങ്ങാതി തുടങ്ങിയ സിനിമകൾ റിലീസായി. പല സിനിമകളിലും പല വ്യത്യസ്ത റോളുകൾ ചെയ്തിട്ടും ദിലീപിന് വെള്ളൈപ്രാവിന്റെ ചങ്ങാതി എന്ന് പറയുന്ന സിനിമയിലെ കഥാപാത്രത്തിനാണ് ബെസ്റ്റ് ആക്ടർക്കുള്ള കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് കിട്ടുന്നത്. ദിലീപിന് ഒരു കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അത് വെള്ളൈപ്രാവിന്റെ ചങ്ങാതി എന്ന് പറയുന്ന സിനിമയ്ക്കാണ്. 2012 സ്പാനിഷ് മസാല, മിസ്റ്റർ മരുമകൻ, മൈ ബോസ്, മായാമോഹിനി തുടങ്ങിയ സിനിമകൾ ചെയ്തു. 2013 കമ്മത്തൻ കമ്മത്ത്, സൗണ്ട് തോമ, ശൃംഗാരവേലൻ, നാടോടി മന്നൻ, 7 സുന്ദരരാത്രികൾ തുടങ്ങിയ സിനിമകൾ ചെയ്തു. ഇതിൽ മമ്മൂട്ടിയായിട്ട് ഒരുമിച്ച് കമ്മത്തൻ കമ്മത്ത് അത്യാവശ്യം നല്ല രീതിയിൽ നല്ല എന്റർടൈനിങ് ആയിട്ടുള്ള സിനിമ തന്നെയായിരുന്നു. സൗണ്ട് തോമയിലും ശൃംഗാരവേലനിലും നാടോടി മന്നലിലും ഒക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള റോളുകളായിരുന്നു ദിലീപ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2014 റിംഗ് മാസ്റ്റർ, അവതാരം, വില്ലാളി വീരൻ തുടങ്ങിയ സിനിമകൾ റിലീസായി. 2015 മര്യാദ രാമൻ, ചന്ദ്രേട്ടൻ എവിടെയാ, ലവ് 24x7, ലൈഫ് ഓഫ് ജോസൂട്ടി, 2 കൺട്രീസ് തുടങ്ങിയ സിനിമകൾ ഉണ്ടായി. 2 കൺട്രീസ് ഒക്കെ വളരെ വലിയ വിജയമായിരുന്നു. അതുപോലെ ലൈഫ് ഓഫ് ജോസൂട്ടി ജിത്തു ജോസഫുമായിട്ട് ദിലീപ് ചേർന്നിട്ടുണ്ടായിട്ടുള്ള വളരെ മികച്ച ഒരു സിനിമ തന്നെയാണ്. 2016 കിങ് ലെയർ, പിന്നെയും, വെൽക്കം ടു സെൻട്രൽ ജയിൽ തുടങ്ങിയ സിനിമകളും റിലീസായി. ദിലീപ് അഭിനയത്തിൽ മാത്രമല്ല പ്രൊഡക്ഷനിലും ഡിസ്ട്രിബ്യൂഷനിലും തുടങ്ങിയ മറ്റ് പല മേഖലകളിലും ദിലീപ് വളരെ വലിയ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതൊക്കെ തന്നെ വളരെയധികം ഹിറ്റാവുകയും സക്സസ്ഫുൾ ആവുകയും ചെയ്തിരുന്നു. അതാണ് ദിലീപിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. CID മൂസ, കഥാവശേഷൻ, പാണ്ടിപ്പട, 2020, മലർവാടി ആർട്സ് ക്ലബ്ബ്, മെട്രോ, ലവ് 24x7, കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ, കേശു ഈ വീടിന്റെ നാഥൻ, തട്ടാശ്ശേരി കൂട്ടം, വോയിസ് ഓഫ് സത്യനാഥൻ, പവി കെയർ ടേക്കർ തുടങ്ങിയ സിനിമകളൊക്കെ ദിലീപ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സിനിമകളാണ്. കൂടാതെ ഗ്രാൻഡ് പ്രൊഡക്ഷൻ എന്നുള്ള പേരിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയും ദിലീപിനുണ്ടായിരുന്നു. ഡി സിനിമാസ് എന്ന പേരിൽ ഒരു മൾട്ടിപ്ലക്സ് തിയേറ്റർ കോംപ്ലക്സും ദിലീപിന്റെ സ്വന്തമായിട്ടുള്ളതാണ്. നാദർഷിയുമായിട്ട് ചേർന്നിട്ടുള്ള പാർട്ട്ണർഷിപ്പിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ദേ പുട്ട് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് ചെയിനും ദിലീപ് തുടങ്ങിയിട്ടുണ്ട്. അത് വളരെ സക്സസ്ഫുൾ ആയിരുന്നു. മറ്റ് പല ബിസിനസ്സുകളും ദിലീപ് ചെയ്യുകയും അതൊക്കെ സക്സസ്ഫുൾ ആവുകയും ചെയ്തിട്ടുണ്ട്. പല ഫിലിം അസോസിയേഷന്റെ ഭാഗമായിട്ടും ദിലീപ് പ്രവർത്തിച്ചിട്ടുണ്ട്. ഫിയോക്കിന്റെ പ്രസിഡന്റായിട്ടും അമ്മ അസോസിയേഷന്റെ മെമ്പറായിട്ടും ട്രഷററായും കുറേ കാലം ഇരുന്നു. ഫെഫ്കയിലും ദിലീപ് അംഗമായിരുന്നു. ഈ എല്ലാ അസോസിയേഷനിലും തന്നെ ദിലീപിന് വളരെ വലിയ റോൾ ഉണ്ടായിരുന്നു, വോയിസ് ഉണ്ടായിരുന്നു, വളരെ വലിയൊരു ശക്തി തന്നെയായിരുന്നു ദിലീപ്. 2017 വരെ. 2017 മലയാള സിനിമയുടെയും ദിലീപിന്റെയും ചരിത്രത്തിലെ തന്നെ ഏറ്റവും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവം നടക്കുന്നത്. നടിയെ ആക്രമിച്ച കേസ്. ഗൂഢാലോചന ആരോപിച്ച് 2017 ജൂലൈ 10 പോലീസ് ദിലീപിനെ അറസ്റ്റ് ചെയ്യുകയാണ്. കോടതി റിമാൻഡ് ചെയ്യുന്നു. ദിലീപിന്റെ അറസ്റ്റിന് ശേഷം എല്ലാ ഫിലിം ഓർഗനൈസേഷനും ദിലീപിന്റെ മെമ്പർഷിപ്പ് റദ്ദാക്കി. ഒരുപാട് പേര് ദിലീപിന് എതിരായിട്ട് തിരിഞ്ഞു. ദിലീപിന്റെ ശത്രുക്കളൊക്കെ ആ സമയത്ത് വളരെയധികം തന്നെ പൊന്തി വന്നു. ഒക്ടോബർ 3, 2017 കണ്ടീഷൻ ബെയിലിൽ ദിലീപിന് ജയിലിൽ നിന്നും ഇറങ്ങി. ദിലീപിന് ജാമ്യം കിട്ടി. ഇപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ റിസൾട്ട് എന്താവും, അല്ലെങ്കിൽ അതിൽ ദിലീപ് കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ളതൊക്കെ ഇന്നും വളരെയധികം ചർച്ചകൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത് ദിലീപിന്റെ ജീവിതത്തിലെ ഏറ്റവും വളരെ നിർണായകമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അതുവരെ കരിയറിന്റെ പീക്കിൽ പോയിട്ടുണ്ടായിരുന്ന ദിലീപ് അവിടെ നിന്ന് അങ്ങോട്ടാണ് ഒരു പടുകുഴിയിലേക്ക് വീഴുന്നത്. 2017 സെപ്റ്റംബർ 28 വളരെ വലിയ വാർത്താ പ്രാധാന്യത്തോടു കൂടി രാമലീല റിലീസ് ചെയ്യുകയാണ്. അന്ന് എല്ലാ ന്യൂസ് ചാനൽസിന്റെയും പ്രൈം ടൈം ഡിബേറ്റ് പോലും ഈ രാമലീലയായിരുന്നു എന്നുള്ളത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അത് സിനിമയ്ക്ക് വളരെ വലിയൊരു ബൂസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. നല്ല പൊളിറ്റിക്കൽ ത്രില്ലർ കൂടി ആയതുകൊണ്ട് തന്നെ സിനിമ വളരെ വലിയ രീതിയിൽ തന്നെ വിജയിച്ചു. സിനിമ സൂപ്പർ ഹിറ്റായി ബോക്സ് ഓഫീസിൽ 55 കോടി കളക്ട് ചെയ്യുകയും ആ വർഷത്തെ ഹയസ്റ്റ് ഗ്രോസിംഗ് സിനിമയായിട്ടും രാമലീല മാറി. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് ദിലീപിന് ഒരു നല്ല സിനിമ പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. 2018 കമ്മാര സംഭവം ഇറങ്ങി. പടം അന്ന് ഒരു മികച്ച അഭിപ്രായം ഒരിക്കലും തിയേറ്ററിൽ നിന്ന് ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിലും പിന്നീട് അതിന് വളരെ വലിയ അഭിപ്രായങ്ങൾ കിട്ടിയിട്ടുണ്ട്. 2019 കോടതി സമക്ഷം ബാലം വക്കീൽ, ശുഭരാത്രി, ജാക്ക് ആൻഡ് ഡാനിയൽ, മൈസാൻഡ. 2020 സിനിമ ഒന്നും റിലീസായില്ല. 2021 കേശു ഈ വീടിന്റെ നാഥൻ. 2022 തട്ടാശ്ശേരി കൂട്ടം എന്ന് പറയുന്ന ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യും. അതിൽ ചെറിയൊരു ക്യാമിയോയും ചെയ്തു. 2003 വോയിസ് ഓഫ് സത്യനാഥൻ, ബാന്ദ്ര. 2024 തങ്കമണി, പവി കെയർ ടേക്കർ. 2015 പ്രിൻസ് ആൻഡ് ഫാമിലി തുടങ്ങിയിട്ടുള്ള സിനിമകൾ ചെയ്തു. ഇവയൊക്കെ തന്നെ വളരെ വലിയ പരാജയങ്ങളായിരുന്നു.
തൻ്റെ പ്രൈം കാലഘട്ടത്തിൽ ഒരുപാട് സൂപ്പർ ഹിറ്റുകൾ കൊടുക്കുകയും സൂപ്പർ സ്റ്റാർഡം ഉണ്ടാക്കുകയും ജനപ്രിയ നായകനാവുകയും ചെയ്തിട്ടുള്ള ദിലീപിൻ്റെ വളരെ വലിയൊരു ഫാള് തന്നെയാണ് 2017 ശേഷം സംഭവിച്ചിട്ടുള്ളത്. ആ ഒരു കേസ് മാത്രമാണോ ഇതിന് റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നുള്ളതാണ് എൻ്റെ ഉത്തരം. കാരണം ആ കേസ് മാത്രമായിരുന്നു റീസൺ എന്നുണ്ടെങ്കിൽ അതിനുശേഷം റിലീസായിട്ടുള്ള രാമലീല ഒരിക്കലും ഒരു ഹിറ്റാവില്ലായിരുന്നു. കേസ് മാത്രമല്ല, അതിനുശേഷം പുള്ളി ചെയ്യുന്ന പല റോളുകളിലും നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പഴയ കോമഡീസൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. പക്ഷേ അതൊന്നും ഇന്നത്തെ കാലത്ത് അത് വർക്കാവില്ല. സോ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പല പുതിയ ന്യൂജൻ ഡയറക്ടേഴ്സിനും അവസരങ്ങൾ കൊടുക്കുകയും കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള റോൾസോ അല്ലെങ്കിൽ കുറച്ചുകൂടി അഭിനയ പ്രാധാന്യമുള്ള റോൾസൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദിലീപിന് പഴയ ആ ഒരു സൂപ്പർ സ്റ്റാർഡം തിരിച്ചു പിടിക്കാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി അടുത്ത ദിലീപിൻ്റെ സിനിമ എന്ന് പറയുന്നത് ബബ്ബബ്ബയാണ്. ബബ്ബബ്ബയിൽ മോഹൻലാലിൻ്റെ ക്യാമിയോ ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് വളരെയധികം എക്സ്പെക്റ്റേഷൻ ഉള്ളൊരു സിനിമയാണ്. നമുക്ക് നോക്കി തന്നെ അറിയാം ബബ്ബബ്ബയ്ക്ക് ദിലീപിൻ്റെ കരിയറിനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമോ, ദിലീപിനൊരു തിരിച്ചുവരവ് ഉണ്ടാകുമോ എന്നുള്ളത്. കഴിഞ്ഞ 25 കൊല്ലായിട്ട് അണ്ണൻ ഇവിടെ ഉണ്ട്. ഇനിയുള്ള 25 കൊല്ലവും അണ്ണൻ ഇവിടെ തന്നെ കാണും. നമ്മളും കൂടെ തന്നെ ഉണ്ടാവും. വരട്ടടവേ.